ബബിതയും രോഹിത്തും കൃഷ്ണമോളും കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രോഹി പറയുന്നുണ്ട്, ഈ വർഷവും കൂടി ഉള്ളൂ എൻ്റെ അവിടുത്തെ പഠിത്തം, അത് കഴിഞ്ഞാൽ സമാധാനമാവും. പിന്നെ ഞാൻ നാട്ടിലോട്ട് എങ്ങോട്ടെങ്കിലും ഒരു കോളേജ് നോക്കണം, അവിടെ കാണാൻ പോയി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം, അതാ നല്ലത് എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാനും അടുത്ത വർഷം അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനും അടുത്ത വർഷത്തേക്ക് എവിടെയെങ്കിലും പോയി ഒരു ഹോസ്റ്റലിൽ താമസിച്ച് കോളേജ് പഠിക്കാൻ പോവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ചോദിക്കുകയാണ്, രണ്ടുപേരും പോയാൽ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്ക് പിന്നെ മിണ്ടാനും പറയാനൊക്കെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് പിന്നെ ഇപ്പോൾ അമ്മയുണ്ടല്ലോ, വേറെന്ത് വേണം. പിന്നെ അമ്മ മിണ്ടി എന്തെങ്കിലും ചേട്ടനും ചേച്ചിയും കണ്ടോ? അമ്മ മിണ്ടും വഴക്ക് പറയാൻ വേണ്ടി മാത്രം, അല്ലാതെ എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ അമ്മ വന്ന് നിങ്ങളെ കണ്ടോ? ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോവും. അച്ഛൻ രാവിലെ പോയിട്ട് വൈകുന്നേരമല്ലേ വരുള്ളൂ. അച്ഛനും മുറി കയറി പോകും, അമ്മയും താഴത്തെ മുറി കയറി കഥ അടയ്ക്കും. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് നല്ല ഡിപ്രഷന് വന്ന് ഞാനങ്ങ് തീരും എന്ന് പറയാണ്. ഇവിടെ ഒരു സെർവൻ്റ് ഉള്ളതാണെങ്കിലോ അമ്മേനെ പേടിച്ച് അവർ അടുക്കളയ്ക്ക് ഇപ്പുറത്തോട്ട് വരാറ് പോലും ഇല്ല. അമ്മ പോയി കഴിയുമ്പോഴാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് പോലും. അമ്മയുടെ ഭരണമാണല്ലോ ഇപ്പം ഇവിടെ, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പേടിയാ. ഞാനും ഏതെങ്കിലും ബോർഡിങ്ങിൽ പോയി താമസിക്കാൻ പോവാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അലിന ചേച്ചിനെ ഇങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു അല്ലേ? എന്തായാലും ഞങ്ങളൊക്കെ ഹോസ്റ്റലിലേക്ക് പോകാൻ 5-6 മാസം താമസമുണ്ട്. ആ സമയം കൊണ്ട് അലിന ചേച്ചിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നാലോ? അപ്പോഴേക്കും പൊടുന്നനെ ഇടുത്തിയ പോലെ നമ്മുടെ വൈജ ഡോറും തുറന്ന് ഇറങ്ങി വരികയാണ്. അതേടാ, നിനക്കെന്താടാ അവളില്ലാതെ സമാധാനമില്ലേ? അവളെ കാണാതെ നിനക്ക് ഇരിക്കാൻ വയ്യേ? അലിനെ വീണ്ടും ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കാൻ. 3 പേരും പെട്ടെന്ന് മിണ്ടാതിരിക്കുകയാണ്. എന്താടാ നിന്റെ നാവിറങ്ങിപ്പോയോ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടുവെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോഴാ അവൻ വീണ്ടും അവളെ ഇങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ട് വരാൻ പോണത്. ആ നാശം പിടിച്ചവളുടെ പേരെങ്ങാണം ഇവിടെ പറയുന്നത് കേട്ടാലേ തീർക്കും ഞാൻ 3-നെയും എന്ന് പറയാണ്. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? കൃഷ്ണമോള് ചാടി എഴുന്നേക്കുന്നുണ്ട്. താഴത്തെ ബഹളം കേട്ട് ബാലേന്ദ്രൻ മോളിൽ നിന്ന് എത്തി നോക്കുകയാണ് എന്താ താഴെ സംഭവിക്കുന്നതെന്ന്. ചേച്ചിനെ കുറിച്ച് അമ്മയ്ക്ക് പറയാൻ എന്ത് യോഗ്യതയുള്ളത്? ആലിന ചേച്ചിയുടെ മനസ്സും ആ ശരീരവും ആ പ്രവൃത്തികളും എല്ലാം അമ്മയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. പാവം ചേച്ചിയാ, ഒരിക്കലും അതിൻ്റെ ഏലൊക്കെ തെത്താൻ അമ്മയ്ക്ക് കഴിയില്ല എന്ന് പറയുമ്പം ആ നാശത്തിനാണോടി നീ ഞാനുമായിട്ട് കമ്പയർ ചെയ്യുന്നേ? ഞാനേ അന്തസ്സുള്ള തറവാട്ടിൽ ജനിച്ചവളാ, അല്ലാതെ അവളെപ്പോലെ ഏതോ ഒരു പിഴച്ചുണ്ടായൊക്കെ അല്ല. ഏതോ ഒരു പിഴച്ചവൾ പെറ്റിട്ട് കളഞ്ഞിട്ട് പോയതല്ലേ അവളെ. അവൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? ആ തനി സ്വഭാവം, ആ തള്ളയുടെ അതേ ഗുണമല്ലേ അവളും കാണിക്കുന്നത്. ഇവിടെ വന്ന് എല്ലാവരെയും വലവീശി പിടിക്കാൻ നോക്കിയില്ലേ? അതവളുടെ തള്ളയുടെ സ്വഭാവമാണ്. അത് സത്യമാണോ ഇല്ലയോന്ന് പറയേണ്ടത് അമ്മ തന്നെയാ. അമ്മയ്ക്കായിരിക്കും അത് കൂടുതൽ അറിയാവുന്നത്. എന്താടി നീ അങ്ങനെ പറഞ്ഞത്? മോനവച്ചത് വർത്തമാനം. ഞാനൊന്നും പറഞ്ഞില്ലേ, ഞാനൊന്നും പറയാനും ഇല്ല. അലിന ചേച്ചിയെക്കുറിച്ച് അമ്മ മോശമായി പറഞ്ഞാല് പലതും ഞാനും വിളിച്ചു കൂടി പറയും. എന്താടി നീ പറയടി, ഞാൻ കേൾക്കാം. അത് കുറെ പഴയ കഥയാ, ഏകദേശം 10-23 വർഷം മുമ്പുള്ള കഥ. ഞാൻ പറയട്ടെ? അപ്പോഴേക്കും മുകളിൽ നിന്നുകൊണ്ട് കൃഷ്ണമോളെ എന്ന് ബാലചന്ദ്രൻ വിളിക്കാണ്. മോളിങ്ങ് കയറി വാ എന്ന് പറയുമ്പോഴേക്കും പിന്നീട് കൃഷ്ണ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറി പോകുന്നുണ്ടേ. ഈ സമയം വൈജ ഒരു നിമിഷം ഷോക്കായതുപോലെ നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, ആ നാശം പിടിച്ച അലീനെ എങ്ങാണം ഇവളോട് ഇനി സത്യം പറഞ്ഞ് കാണുമോ? സത്യങ്ങളെല്ലാം അവൾക്കറിയാലോ. ആ കാര്യങ്ങളെങ്ങാണം ഇവളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണോ ഇനി പോയത്? അവളും ഇവളും ആയിരുന്നല്ലോ ഭയങ്കര കൂട്ടുകാര്. അലീന എന്ന് പറഞ്ഞാൽ ഇവള് മരിക്കാൻ നിൽക്കുകയല്ലായിരുന്നോ? അങ്ങനെ എങ്ങാണം ഇവളോട് പറഞ്ഞു കാണുമോ എൻ്റെ ഈശ്വര എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് സ്തബ്ധയായി ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുകയാണ്. ബബിത ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ അവൾ പറഞ്ഞത്? 23 വർഷം മുമ്പുള്ള എന്തോ ഒരു കാര്യം, എന്താ അത്? ഒന്നുമില്ല. നിനക്കെന്താ അവളോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? എന്നോട് ചോദിക്കാൻ പറ്റുള്ളൂ നിനക്ക്? മാറി പോടി അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് വൈജ അകത്തേക്ക് കയറി പോവാണ്. ബബിതയും രോഹിത്തും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എന്തോ രഹസ്യമുണ്ട്. രോഹിത്തേട്ടൻ അന്ന് ശ്രദ്ധിച്ചിരുന്നോ? അന്ന് മനുവേട്ടൻ വന്നപ്പോഴും എന്തോ കാര്യം അലിന ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞപ്പം അമ്മ മിണ്ടാകുന്നതും നമ്മളോട് പറയണ്ടാന്ന് പറഞ്ഞതും അലിന ചേച്ചിയും എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന നമ്മൾ അറിഞ്ഞതല്ലേ. ദാ ഇപ്പോൾ കൃഷ്ണമോളും. എല്ലാവർക്കും എന്തൊക്കെയോ രഹസ്യം അറിയാം. അത് അമ്മയുടെ കാര്യം തന്നെയാ. അതാ എല്ലാവരും ഒളിച്ചു വെക്കുന്നത്. എന്തോ കാര്യമായ കുഴപ്പമുണ്ട് രോഹിയേട്ടാ.
അല്ലെങ്കിൽ ആരും ഇങ്ങനെ പറയാതിരിക്കില്ല. എന്തോ കള്ളത്തരമുണ്ട് എന്ന് പറയാണ്. രോഹി പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നി പല സമയവും. അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ കൃഷ്ണമോളുടെയും മനുവേട്ടൻ്റെയും അലിൻ്റെയൊക്കെ സംസാരത്തില് മൊനവച്ച എന്തൊക്കെയോ സംസാരങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇവർ ഈ ചർച്ചാ വിഷയം നമ്മുടെ വൈജ അകത്തിരുന്ന് കേൾക്കുകയാണെ. ഇവർക്കും എന്തൊക്കെയോ സംശയമായെന്ന് വൈജയ്ക്ക് മനസ്സിലായി. വൈജ ആകെപ്പാടെ പേടിച്ച് വിറച്ച് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഈ സമയം കൃഷ്ണമോള് മുറിക്കുള്ളില് ബാലന്തിനൊപ്പം ആയിരിക്കും. മോളെന്ത് പണിയാ കാണിച്ചത്? മോളെന്താ എല്ലാം വിളിച്ചു പോയി പറയാൻ പോവാണോ? അങ്ങനാണെങ്കിൽ ഞാൻ തന്നെ പറയാം. അയ്യോ അച്ഛാ വേണ്ട, ഞാൻ പെട്ടെന്നുള്ള ഇമോഷനിൽ ചാടിക്കേറി അറിയാതെ തന്നെയാ എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അലീന നിന്നോട് എന്താ പറഞ്ഞിട്ട് പോയത്? ഒരിക്കലും അമ്മ ഈ കാര്യം അറിയരുത്, അച്ഛനമ്മയും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണമെന്ന് ആണല്ലോ. ആ വാക്ക് നീ അനുസരിക്കില്ലേ? പിന്നെന്തിനാ ഇപ്പൊ പറയാൻ പോയത്? സോറി അച്ഛാ, അറിയാതെ. അമ്മ അലി ചേച്ചിയെ പറ്റി മോശം പറഞ്ഞത് അച്ഛൻ കേട്ടില്ലേ? എപ്പോഴും ഇങ്ങനെ എല്ലാവരും ചേർത്ത് വെച്ച് ചേച്ചിയെ കുറിച്ച് മോശം പറയും. അച്ഛനെയും മനുവേട്ടനെയും അങ്കിൾമാരെയും എല്ലാം. എന്റെ പൊന്നു കൃഷ്ണമോളെ സ്വന്തം മോളെന്ന് പറഞ്ഞാൽ അവൾ ഇതുമെല്ലാം പറയുമോ? പറയില്ല. പിന്നെ അവക്കൊരു പിടിവള്ളി അവളെ ഉള്ളൂ. അവളെ പറഞ്ഞാലേ അവളുടെ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടുള്ളൂ. അതാ കാര്യം. അച്ഛാ, ഇപ്പൊ അലിന ചേച്ചി പോയില്ലേ? നിങ്ങൾ രണ്ടുപേർക്കും ഇനിയിപ്പം അടിയും വഴക്കൊന്നും ഉണ്ടാക്കാതെ സമാധാനത്തിൽ ജീവിച്ചൂടെ? അച്ഛൻ പഴയതുപോലെ ആ മുറിയിലേക്ക് പോയിട്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചൂടെ അച്ഛാ? അലിന ചേച്ചിക്കും അത് തന്നെയല്ലേ ഇഷ്ടം? എന്റെ പൊന്നു കൃഷ്ണമോളെ, നീ എന്തായി പറയുന്നേ? ഞാനിനി അവളുടെ കൂടെ ജീവിക്കാൻ നിന്റെ അമ്മയുടെ കൂടെ? അതൊരിക്കലും സാധ്യമല്ല. ഇനി ഈ ജന്മത്തിൽ അത് സാധ്യമല്ല. അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? വെറും 23 വർഷം മാത്രമേ നിങ്ങളെ ജീവിച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് കാലങ്ങൾ ഒരുപാട് കിടക്കാം. അത്രയും നാളും നിങ്ങൾ വേർപെട്ട് കഴിയാൻ പോവാണെന്നാണോ പറയുന്നത്? കൃഷ്ണമോളെ, നിനക്കെന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. നീ കൊച്ചുകുട്ടിയാ. പക്ഷേ കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നുള്ളൂ അല്ലേ? ഒരു ഭർത്താവിന്റെ മനസ്സെന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. അതിന് നീയും ഒരമ്മയാവണം. അപ്പൊ നിനക്ക് മനസ്സിലാവും ഒരു ഭർത്താവ് എന്താണ്, ഭാര്യ എന്താണ്, പരസ്പരമുള്ള രഹസ്യങ്ങൾ എന്താണെന്നൊക്കെ അന്നേ നിനക്ക് മനസ്സിലാവുള്ളൂ. എൻ്റെ ഭാര്യ 23 വർഷം മുമ്പ് ഒരാളുടെ കൂടെ ജീവിച്ച് അതിലൊരു കുട്ടിയുണ്ടായിട്ട് അത് മറച്ചു വെച്ചതിന്റെ വിവാഹം കഴിച്ച് ഇത്രയും വർഷം എന്നെ ചതിച്ചില്ലേ? നീ ഒന്ന് ഓർത്തു നോക്കി. അത് ഏതൊരു പുരുഷന് താങ്ങാനാകും? ഒരിക്കലും എന്നെ കൊണ്ട് താങ്ങാനാവില്ല കൃഷ്ണമോളെ. ഇനി ഒരിക്കലും നിന്റെ അമ്മേനെ പഴയതുപോലെ എൻ്റെ ഭാര്യയെ കാണാനോ അംഗീകരിക്കാനോ എനിക്കാവില്ല. എച്ചിലിരുന്ന പട്ടിയാവാൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛാ ശരിക്കും അമ്മയുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ? ബാലേന്ദ്രൻ ചാടി എഴുന്നേറ്റുകൊണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ലച്ചാ, ഒന്ന് ആലോചിച്ച് നോക്കി. ആ സ്റ്റാലിയും അമ്മയുമായിട്ട് ശരിക്കും പ്രണയത്തിലായിരുന്നല്ലോ. അവർ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നവരല്ലേ? ഒരുപക്ഷെ അച്ഛൻ്റെ വീട്ടുകാരും ആ സ്റ്റാലിൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും സമ്മതിക്കായിരുന്നെങ്കിൽ, അതുപോലെ അവരെ കടത്തിക്കൊണ്ട് പോകാതിരിക്കുകയായിരുന്നെങ്കിൽ, അവിടെ വെച്ച് അമ്മ അലീന ചേച്ചിക്ക് ജന്മം നൽകിയിട്ട് അവിടെ തന്നെ 3 പേരും ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കില്ലായിരുന്നു സന്തോഷമായിട്ട്. അങ്ങനെയാകുമ്പോൾ അച്ഛന് വിവാഹം കഴിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ട്രാജഡി അല്ലേ? ഇപ്പോഴും അമ്മ വിശ്വസിച്ചിരിക്കുന്നത് ആ സ്റ്റാൻലി അമ്മയെ ചതിച്ചിട്ട് പോയെന്നല്ലേ? അല്ലാതെ വീട്ടുകാരുടെ കള്ളത്തരമാണെന്ന്, ചതിയാണെന്നും അമ്മയ്ക്ക് ഇതുവരെ അറിയില്ലല്ലോ. അമ്മയാണെങ്കിലോ പാവം അവിടെ പോയിട്ട് കൊല്ലപ്പള്ളിക്കാർ പറഞ്ഞെല്ലാം വിശ്വസിച്ച് സ്റ്റാൻലി ഒരു ചതിക്കാണെന്ന് കരുതി സ്വന്തം മകളെ മരിച്ചു പോയെന്ന് പോലുമുള്ള അത്രയും വലിയ കള്ളത്തരം പോലും അമ്മയോട് പറഞ്ഞിട്ടും അമ്മ അതെല്ലാം വിശ്വസിച്ചില്ലേ? അവര് പറഞ്ഞനുസരിച്ചല്ലേ അച്ഛനെ വിവാഹം കഴിച്ചത്? അമ്മയുടെ ജീവിതം ഭാവിയിലെങ്കിലും നന്നായി പോട്ടെന്ന് കരുതിയല്ലേ അച്ഛാ അമ്മ മറച്ചു വെച്ചത്? അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ അമ്മ അച്ഛനെ വിവാഹം കഴിക്കായിരുന്നോ? ഒരിക്കലും ഇല്ലല്ലോ. അച്ഛനൊരിക്കലും അമ്മയെ സ്വീകരിക്കില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ല അച്ഛാ എല്ലാം മറച്ചു വെച്ചത്. നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ നോക്കി കാണാൻ പോലും ആ കാലന്മാരെ സമ്മതിച്ചില്ലല്ലോ അമ്മേനെ. അതുകൊണ്ട് അമ്മയുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ ഒന്നും. അമ്മ പണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നെന്ന് മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആരോടും ദേഷ്യപ്പെടാത്ത നല്ലൊരു പ്രകൃതമായിരുന്നല്ലേ? അച്ഛനറിയാലോ കുഞ്ഞുനാൾ മുതലേ. അന്ന് അച്ഛനോടും ഭയങ്കര കാര്യമായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? നല്ല സ്വഭാവമായിരുന്നെന്ന്. വിവാഹത്തിന് ശേഷമല്ലേ അമ്മയുടെ സ്വഭാവം മാറിപ്പോയത്? അതിൻ്റെയൊക്കെ കാരണം മനസ്സിലുണ്ടായ ആ ഒരു ട്രാജഡി ആയിരിക്കും. സ്നേഹിച്ച കാമുകൻ ചതിച്ചിട്ട് പോയി, നൊന്ത് പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയി. എല്ലാം കൂടെ ഓർത്തിട്ടുള്ള ആ മാനസിക ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ ആയിരിക്കും അമ്മേനെ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്ന് പറയാണ്.
അപ്പോഴേക്കും ബാലേന്ദ്രൻ അവിടെ വന്നിരുന്നിട്ട് അവളെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ശരിയാ, ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നീ പറഞ്ഞതെല്ലാം ശരിയാ. വൈദ്യരുടെ കാര്യത്തിൽ ഒരു തെറ്റുമില്ല. അവൾ ഒരാളെ സ്നേഹിച്ചു, വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നു, ഗർഭിണിയായി. അവളെ വീട്ടുകാർ ചതിച്ചതാ. സ്റ്റാലിൻ ചതിച്ചുവെന്ന് അവരും പറഞ്ഞ് വിശ്വസിച്ചു. കാമുകനും ചതിച്ചു, കുഞ്ഞും മരിച്ചുപോയി. അങ്ങനെ അവൾ ആകപ്പാട് ഷോക്കിലായിരുന്നു. എല്ലാം ശരിയാ, പക്ഷെ വിവാഹത്തിന് മുമ്പ് അവൾക്ക് എന്നോടൊന്ന് പറയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 23 വർഷമായി. ഒരിക്കലെങ്കിലും അവൾക്ക് എന്നോട് പറയായിരുന്നു ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതാണെന്ന്. അച്ഛാ, അതല്ല ഞാൻ പറഞ്ഞത്. അമ്മ അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും അച്ഛൻ അമ്മയെ സ്വീകരിക്കില്ല. എല്ലാവരും കൂടിയല്ലേ നിർബന്ധിച്ച് അമ്മയുടെ വിവാഹം നടത്തിച്ചത്. അപ്പൊ പിന്നെ എങ്ങനെ അമ്മ പറയാനാ? അമ്മയുടെ ഭാവിയുള്ള ബാക്കിയുള്ള ജീവിതമെങ്കിലും അമ്മ രക്ഷിക്കണ്ടേച്ചാ. ആരാണെങ്കിലും അങ്ങനെയല്ലേ പറയുള്ളൂ. ബബിത ചേച്ചിക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു. പലതവണ അയലോട്ടെ വീട്ടിലും പല ഹോസ്റ്റലിലും പല സ്ഥലങ്ങളിൽ വെച്ച് അവരെ കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ മോശപ്പെട്ട റിലേഷൻഷിപ്പിലും ഉണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഒന്ന് ഞെട്ടലോട് കൂടിയിട്ട് കൃഷ്ണൻ നോക്കുകയാണ്. നീ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ അച്ഛാ, ഞാനീ പറഞ്ഞതെല്ലാം സത്യമാണ്. ബബിതേച്ചി അയാളുടെ കൂടെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഹരിയേട്ടൻ്റെ കയ്യിലുള്ളത്. ആ വീഡിയോ കാണിച്ച ഹരിയേട്ടനെന്ന് ചേച്ചിനെ ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന് പറഞ്ഞത്. ഈ വീട്ടിൽ വെച്ച് ആരില്ലാത്ത സമയം ഒരു ദിവസം അലീന ചേച്ചിയും അവരെ കൈയോടെ പിടികൂടിയതാ ചേച്ചിയുടെ മുറിയിൽ നിന്നും. അങ്ങനെയൊക്കെ ഇത് സംഭവിച്ച ചേച്ചിയാ. ചേച്ചിക്ക് അത്രയ്ക്ക് പവിത്രതയൊന്നും ഇല്ലെന്ന് അച്ഛനെ മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയുള്ളപ്പോൾ ചേച്ചിനെ അച്ഛൻ വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കില്ലേ? വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനോട് അച്ഛൻ പോയിട്ട് പറയുവോ അവളിതുപോലെ പിഴച്ചു നടന്നതാണ് ഒരു കാമുകന്റെ കൂടെ എന്ന്? ഒരിക്കലും ഒരച്ഛന് പറയാൻ സാധിക്കുമോ അച്ഛാ എന്ന് ചോദിക്കുമ്പം ഒരക്ഷരം പോലും മിണ്ടാനാവാതെ കൃഷ്ണയ്ക്ക് മുമ്പില് കട്ടിലേല് ഇരുന്ന് പോവാണ് ബാലേന്ദ്രൻ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ അച്ഛാ? അതോ ബബിത ചേച്ചി പറയുവോ എനിക്കിങ്ങനെ മുമ്പൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്? ഒരിക്കലും പറയില്ല അച്ഛാ, ഒരു പെണ്ണും പറയില്ല. അവർക്ക് പറയാൻ സാധിക്കില്ല. കാരണം തൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ അതേ ഉള്ള മാർഗം. എങ്ങാനും പറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള ജീവിതകാലം മുഴുവനും അവരുടെ വായിൽ നിന്നും അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു പെണ്ണും പറയില്ല, ഒരച്ഛനും പറയില്ല അച്ഛാ എന്നും പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോള് ബാലനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും അച്ഛനമ്മയെ സന്തോഷമായിട്ട് ജീവിക്കാനാണ് അവൾ പ്രയത്നിക്കുന്നത്. ബാലേന്ദ്രൻ അമ്മയെ മനസ്സിലാക്കി താഴേക്ക് ഇറങ്ങി വന്ന് അമ്മയുടെ കൂടെ ശിഷ്ടകാലം ജീവിക്കണം. അതായിരുന്നു കൃഷ്ണമോളുടെ ആഗ്രഹം. അങ്ങനെ പതിയെ പതിയെ വൈജിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അലീന സ്വന്തം മകളാണെന്നും പറഞ്ഞ് രണ്ടുപേരും അലീനയെ സ്വീകരിച്ച് ശേഷം ഈ കുടുംബത്തിൽ തന്നെ അലീന ചേച്ചിയുമായിട്ട് സന്തോഷമായിട്ട് കഴിയണം. അതായിരുന്നു കൃഷ്ണമ്മയുടെ ആഗ്രഹം. ഇത്രയും പറഞ്ഞിട്ട് കൃഷ്ണ പറയാണ്, അച്ഛാ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല മോളെ, മോള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. മോള് പറഞ്ഞതെല്ലാം ശരിയാ. തെറ്റ് അച്ഛനാ. അല്ലച്ഛാ, ഞാനൊരിക്കലും അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അച്ഛൻ്റെ ഭാഗത്തും ന്യായമുണ്ട്. അച്ഛൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ചു, എല്ലാം ഉണ്ടാക്കി, സമ്പത്തും പദവിയും എല്ലാം നിർമ്മിച്ചു. അതിനുശേഷം ഏറ്റവും ആഗ്രഹിച്ച ഒരു പെണ്ണെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവരത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ചതിക്കുകയാണെന്ന് അച്ഛനും അറിഞ്ഞില്ല. ആ ഒരു വലിയ സത്യം എല്ലാവരും അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചു. അതൊക്കെ അച്ഛൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കൊന്നുമല്ല, അവരുടെ കയ്യിലെ തെറ്റാ. അച്ഛൻ കുടുങ്ങിപ്പോവായിരുന്നു. അച്ഛൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ആവുമായിരുന്ന അവസ്ഥ. രണ്ടുപേരുടെ ഭാഗത്തും ശരി ന്യായം ഉണ്ടച്ചാ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രന് ഒന്നും മിണ്ടാനില്ല. അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. അച്ഛൻ ടെൻഷൻ അടിക്കരുത്. അമ്മയോട് സത്യങ്ങളെല്ലാം നമുക്ക് തുറന്നു പറയാം. മറ്റാരും അറിയണ്ട. അമ്മയോട് പറഞ്ഞ് നമുക്ക് അലീന ചേച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അച്ഛനമ്മയും സന്തോഷമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കണം. ഇല്ല, ഒരിക്കലുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ചാടി ഇരുന്നേക്കാണ്. മോള് പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. വൈദ്യരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പം ഞാൻ നട്ടനില്ലാത്ത ഒരാണത്തം ഇല്ലാത്തവനായിട്ടാ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതൊന്നും മോക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ അളിയന്മാരുടെയും എൻ്റെ അമ്മായച്ചൻ്റെ അമ്മായിമ്മയുടെ മുമ്പിൽ ഞാനൊരു ഒരു കോമഡി പീസാ. അവരുടെ എച്ചിലിരുന്ന പട്ടി. പണ്ടും പട്ടിക്ക് കൊടുക്കാൻ വെച്ച ആഹാരം ഈ പറഞ്ഞ നിന്റെ അമ്മയുടെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. നിനക്കതറിയോ? ആ വീട്ടിലെ ജോലിക്കാരനായിരുന്നു ഞാനെന്ന് നിനക്കറിയാലോ. അന്നേ ഞാൻ വൈജയെ കണ്ട് ഒരുപാട് ആഗ്രഹിച്ചതാ. അവളെ ഇഷ്ടപ്പെട്ടതാ. അവൾക്കൊരു കത്ത് കൊടുത്തു എന്നും പറഞ്ഞ്
അവിടുത്തെ ഈ വൈദ്യ അച്ഛനുണ്ടല്ലോ, എൻ്റെ അമ്മായച്ഛൻ, അയാളെന്നെ തല്ലിയിട്ടുണ്ട്. അങ്ങനെയാണ് വാശിമൂത്ത് ഞാൻ ഗൾഫിലേക്ക് പോയതും ഇഷ്ടംപോലെ സമ്പാദിച്ചതും ഇക്കണ്ടതെല്ലാം ഉണ്ടാക്കിയതും. അന്നും ഇന്നും എൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു, വൈജയന്തി. വൈജയന്തിക്ക് ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇവിടുന്ന് മാറുന്ന 3 വർഷം മാത്രമേ വൈജയനെ കാണാതിരുന്നുള്ളൂ. അതിനു മുമ്പെല്ലാം വൈജയനെ എന്നും ഞാൻ കണ്ടോണ്ടായിരുന്നത്. ആ സമയത്ത് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. അങ്ങനെ വൈജയൻ എന്നത് എൻ്റെ മനസ്സിലൊരു വാശിയായിരുന്നു. കാശെല്ലാം ഉണ്ടാക്കി വന്ന് നേരെ ഞാൻ പോയത് കൊല്ലപ്പള്ളി വീട്ടിലേക്കാ. അവിടെ പോയി ചോദിച്ചതും അവർ സമ്മതിച്ചു. എനിക്ക് അതിശയമായിരുന്നു. ഞാൻ കരുതിയത് ഇത്രയും എൻ്റെ പൂത്ത കാശൊക്കെ കണ്ടപ്പോൾ അവർ സമ്മതിച്ചതാണ്. പിന്നല്ലേ മനസ്സിലായത് എന്നെപ്പോലെ ഒരു പൊട്ടൻ്റെ തലയിലേക്ക് അവളെ കെട്ടിവെക്കുമായിരുന്നു എന്ന്. ഞാൻ പൊട്ടാൻ തന്നെയാ അവരെല്ലാം കരുതിയിരിക്കുന്നത്. ഞാനൊരു മണ്ടൻ അല്ലേ മോളെ എന്നും പറഞ്ഞ് ബാലൻ ചെറുതായി ഒന്ന് വിഷമത്തോടുകൂടി പുഞ്ചിരിക്കുകയാണ്. നിന്റെ അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞാ പിന്നെ ഈ അച്ഛനുണ്ടാവില്ല. അച്ഛ, എന്തിനാച്ച ഈ വാശി? വാശിയല്ല മോളെ, അതെൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടും എൻ്റെ ഭർത്താവ് എൻ്റെ വാലാട്ടിപ്പട്ടിയപ്പലിൻ്റെ പിറകെ ഉണ്ടല്ലോ എന്ന് അവളുടെ മനസ്സിൽ തോന്നിക്കും. അവളുടെ ആങ്ങളമാർക്കും ബാക്കി എല്ലാവർക്കും ഞാനൊരു മണ്ടനെപ്പോൾ നടക്കേണ്ടി വരും. ഇല്ല, ഒരിക്കലും അതുണ്ടാവില്ല. സ്റ്റാൻലി ജോസഫിൻ്റെ മുമ്പിൽ പോയി ഞാൻ ചൂളി നിൽക്കായിരുന്നു. അതൊന്നും മോക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മോളെ പോയിക്കോ, ഞാൻ കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരുന്നോട്ടെ എന്ന് പറയുമ്പോൾ ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോവാണ് കൃഷ്ണ. താഴെ വന്ന് നോക്കുമ്പോൾ ബബിതയും രോഹിത്തും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. നിന്നെ എന്തിനാ അച്ഛൻ വിളിപ്പിച്ചേ? ഒന്നുമില്ല, അമ്മയോട് കയർത്ത് സംസാരിച്ചതിന് വഴക്ക് പറഞ്ഞതാ. അച്ഛനോ? അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാ അച്ഛനാണ് വഴക്ക് പറയാറില്ലല്ലോ. അല്ല, എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മളെ പ്രസവിച്ച നമ്മളുടെ അമ്മയല്ലേ. അപ്പം നമ്മളങ്ങനെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ? അതുകൊണ്ടാ അച്ഛൻ വിളിച്ച് വഴക്ക് പറയായിരുന്നു. ഇത്ര നേരമോ? കുറേ നേരമായല്ലോ നീ കയറിപ്പോയിട്ട്. അതേ ചേച്ചി, അത് തന്നെയാ കാര്യം. എന്താ? അല്ല, ഏതോ 23 വർഷം കണക്ക് നീ പറയുന്നുണ്ടായിരുന്നല്ലോ, അതെന്താ സംഭവം? എന്ത്? ഞാനെന്ത് പറഞ്ഞു? ആരോട് പറഞ്ഞു? ദേ, വെറുതെ നീ അഭിനയിക്കേണ്ട. ഇവിടെ നിന്നുകൊണ്ട് 23 വർഷം നടന്ന സംഭവമൊക്കെ എന്താണെന്ന് ആലോചിക്കാൻ അമ്മയോട് നീ പറഞ്ഞിരുന്നല്ലോ. അത് ഞങ്ങളും കേട്ടു. ഞങ്ങളെ ചോദിച്ച പാടെ അമ്മ ദേഷ്യപ്പെട്ട് കയറിപ്പോയി കഥ അടച്ചു. സത്യം പറടി, എന്താണ് കാര്യം? എന്ത് കാര്യം? ഒന്നുമില്ല. 23 വർഷമായല്ലോ അച്ഛനമ്മയുള്ള വിവാഹം കഴിഞ്ഞിട്ട്. അതിനു മുമ്പ് അച്ഛനമ്മയ്ക്ക് ഭയങ്കര ദേഷ്യവും അമ്മയുടെ വീട്ടുകാർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അങ്ങനൊന്നുമില്ല, നല്ല സ്നേഹമൊക്കെ തന്നെ ആയിരുന്നു, നല്ല ഇഷ്ടവുമായിരുന്നു. പക്ഷെ അത് പ്രണയമൊന്നും ആയിരുന്നില്ല, സാധാരണ ഒരു ഇഷ്ടം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരുന്ന ഈ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടിയാ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കോടിക്കണക്കിന് സ്വത്തെല്ലാം ഉണ്ടാക്കി, ഇതെല്ലാം പണിത്, ഇതെല്ലാം ഉണ്ടാക്കി അമ്മയ്ക്ക് വേണ്ടിയാ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ആ ഒരു സ്നേഹം മറന്നു കളയേണ്ടെന്ന് അമ്മയോട് പറയായിരുന്നു. അമ്മയ്ക്കിത് മനസ്സിലായി. അച്ഛൻ്റെ വില കളയിരുന്നും അച്ഛൻ എത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നും ഓർക്കാനാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. ശരിക്കും അതുതന്നെയാണോടി? അല്ല പിന്നെ വേറെന്താണെന്നാ ചേച്ചി കരുതിയത്? വേറെന്തെങ്കിലും വലിയ രഹസ്യമല്ലേ ഉണ്ടോ? എൻ്റെ തലയിൽ അങ്ങനൊന്നുമില്ല, ചേച്ചിക്ക് തോന്നിയതാവും എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അകത്തേക്ക് കയറിപ്പോവാണ്. അവൾ എന്തോ തപ്പിത്തടയുന്ന പോലെ തോന്നിയില്ലേ രോഹിയേട്ടാ? അതെനിക്കും തോന്നുന്നുണ്ട്. അതെ, എന്തോ രഹസ്യമുണ്ട്. ഇവളും അലീന ചേച്ചിയുമായിട്ടായിരുന്നല്ലോ സ്നേഹവും അടുപ്പമെല്ലാം. അപ്പൊ ഇവർ തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ ബബിത പറയാണ്. ഈ സമയം ഐജയ്ക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. ശരിക്കും അവൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നറിയില്ലല്ലോ. രാത്രിയിൽ അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങാണ്. ഈ സമയത്ത് വൈജ പതിയെ മുറി തുറന്ന് കൃഷ്ണയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. കൃഷ്ണമോള് അപ്പം നല്ല ഉറക്കമായിരിക്കും. കൃഷ്ണേ, എടി കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ വിളിക്കാണ്. കൃഷ്ണ ചാടി എഴുന്നേക്കുന്നുണ്ട്. എന്താമേ, എന്തായി രാത്രിയിൽ എന്ന് ചോദിക്കാണ്. നിന്നോട് സീരിയസ് ആയിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതിനാ ഞാൻ ഈ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ രാത്രിയിലോ? പകല് വെച്ചാൽ പോരാ. രാത്രിയിൽ ആരും കേൾക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ചോദിക്കാനാവുള്ളൂ. നീ ഒരു 23 വർഷം കണക്ക് പറഞ്ഞല്ലോ. എന്താ നിന്റെ മനസ്സിൽ? എന്താ നിന്റെ ഉദ്ദേശം? നീ എന്താ രഹസ്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത് കേട്ടത് എന്ന് ചോദിക്കാണ്. അമ്മ അത് തന്നെ ഓർത്തിരിക്കായിരുന്നു. ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാൻ പറഞ്ഞല്ലോ, അമ്മനെ കെട്ടാൻ വേണ്ടി അച്ഛൻ മതി. ആ സ്റ്റോറി നീ എന്നോട് പറയണ്ട. സത്യം പറടി, എന്താടി കാരണം എന്ന് ചോദിക്കാണ്. അത് പിന്നെ വേറൊന്നുമില്ല. അയലിന് ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു, അമ്മയ്ക്ക് എന്തോ ഒരു ഡോസ് കൊടുത്തിട്ടുണ്ട്, 23 വർഷം മുമ്പുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചിട്ട് ചേച്ചി പറഞ്ഞില്ല. ഞാൻ കുറെ ആവർത്തി ചോദിച്ചു.
അതൊന്നും എന്നോട് പറഞ്ഞില്ല. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്നാ ചേച്ചി എന്നോട് പറഞ്ഞത്. പിന്നെ നിനക്കെന്തിനാ അങ്ങനെ ഒരു ക്ലൂ തന്നത്? അത് പിന്നെ അമ്മയുടെ അഹങ്കാരം കൂടുമ്പം ഒന്ന് പറഞ്ഞേക്കാനാ ചേച്ചി പറഞ്ഞത്. ഓഹോ, അപ്പൊ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി അവള് നിന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണോ? അതെ, അമ്മ അങ്ങനെ അടങ്ങാതെ വരുവാണെങ്കിൽ ചേച്ചിയോട് പറഞ്ഞാൽ മതി. ചേച്ചി ആ രഹസ്യം എല്ലാവരുടെ മുമ്പിൽ പബ്ലിഷ് ചെയ്തോളാമെന്ന് ചേച്ചി പറഞ്ഞു. അപ്പോഴേക്കും വൈജന് പേടിക്കുന്നുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞോ? അതെ, ഇവിടെ അങ്ങനെ അച്ഛനോട് പ്രശ്നം ഉണ്ടാക്കുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചേച്ചിയെ വിളിച്ചറിയിച്ചാൽ മതി. ചേച്ചി അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വന്നേക്കാം. അച്ഛനോടും എന്നോടും ഇവിടെയുള്ള എല്ലാവരോടും എന്തോ വലിയ രഹസ്യം പൊട്ടിക്കുമെന്നാ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. നീ എന്താന്ന് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. കുട്ടികളറിയേണ്ട കാര്യമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ എന്ന് പറയാണ്. വൈജയന്തി ഒരു ദീർഘശ്വാസം വിടുന്നുണ്ട്. സമാധാനമായെന്ന് അവൾ മനസ്സിൽ പറയാണ്. ശരി ശരി, നീ കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ മുറിയിലേക്ക് പോയി കഥ അടയ്ക്കാണ്. അപ്പോഴേക്കും നമ്മുടെ അവക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് കൃഷ്ണമ്മക്ക്. അമ്മ ശരിക്കും പേടിച്ചു എന്ന് അവക്ക് മനസ്സിലായി. എൻ്റെ ഈശ്വര, ഈ പേടി കൊണ്ടെങ്കിലും ഒന്ന് മാറിയാൽ മതിയായിരുന്നു. അച്ഛന് കുറച്ച് സ്വൈര്യം കൊടുത്താൽ മതിയായിരുന്നു. അപ്പോഴാണ് കൃഷ്ണമോള് മോളത്തെ നിലയിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഒരു ഗ്ലാസ് വീഴുന്ന പോലെ എന്തോ ഒരു സൗണ്ട് കേൾക്കാണ്. അച്ഛൻ്റെ മുറിയിൽ നിന്നാണല്ലോ സൗണ്ട് കേൾക്കുന്നത്. അച്ഛൻ ഉറങ്ങിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് നേരെ ബാലേന്ദ്രന്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ടേ. ഡോർ തുറന്നു കിടക്കാണ്. ഡോർ തുറന്ന് ലൈറ്റ് ഇട്ടിട്ട് അച്ഛാന്ന് വിളിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് കൃഷ്ണമോള് ശരിക്കും ഞെട്ടിപ്പോവാണ്. ബാലേന്ദ്രൻ താഴെ കിടക്കാണ്. ഒരു ഗ്ലാസും താഴെ പൊട്ടിക്കിടപ്പുണ്ട്. ആ പൊട്ടിക്കിടന്ന ഗ്ലാസ്സില് ബാലേന്ദ്രന്റെ കൈമുട്ടി കയ്യിൽ ചോരയും വരുന്നുണ്ട്. അയ്യോ അച്ഛാ അച്ഛാ എന്ന് ഉറക്കെ വിളിക്കാണ്. അച്ഛൻ എഴുന്നേക്കുന്നില്ല. അപ്പം തൊട്ടടുത്താണ് രോഹിയേട്ടന്റെ മുറി. രോഹിയേട്ടാ എന്ന് പറഞ്ഞ് കഥയിലൊന്ന് അടിക്കാണ്. എന്താടി രാത്രിയില് നീ എന്താ കിടന്ന് കാറുന്നേ? രോഹിയേട്ടാ, അച്ഛൻ. അയ്യോ, അച്ഛൻ എന്ത് പറ്റി? ഓടി വാന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് രോഹിത്തിനെ കൂട്ടിക്കൊണ്ട് നേരെ ബാലേന്ദ്രന്റെ മുറിയിലേക്ക് ചെല്ലാണ്. എന്നിട്ടും അച്ഛൻ അനക്കൊന്നുമില്ല. വെള്ളം എടുത്തൊക്കെ തളയ്ക്കുന്നുണ്ടെങ്കിലും ബാലൻ എഴുന്നേക്കുന്നില്ല. കൃഷ്ണമോളോട് താഴേക്ക് പോവാണ്. ബബിതയുടെ മുറിയിലിട്ടും വൈദ്യരുടെ മുറിക്കിട്ടും കുട്ടുന്നുണ്ട്. രണ്ടുപേരും ഇറങ്ങി വരാണ്. എന്താടി രാത്രിയില് നിനക്ക് എന്തിനു സോക്കേടാന്ന് വൈദ്യ ചോദിക്കാണ്. അമ്മേ, അച്ഛനോട് ബോധമില്ലാതെ കിടക്കുന്നു എന്ന് പറയുമ്പോഴേക്കും വൈജയും ബബിതയും കൂടി മൂളുന്നല്ലേക്ക് ചെല്ലുന്നുണ്ട്. വൈജ ഞൊണ്ടി പതിയെ പതിയെ കയറി ചെല്ലുകയാണ്. ഈ സമയം ബാലേന്ദ്രൻ ബോധമില്ലാതെ കിടക്കാണേ. അപ്പോഴേക്കും രോഹിത്ത് ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞു. എന്താ പറ്റിയെന്ന് വൈജ ചോദിക്കാണ്. ആ മുറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ നേരം അന്ന് ബാലൻ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഈ മുറിയിലേക്ക് കാലെടുത്ത് വെക്കരുതെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അവൾ വാതിൽക്ക് തന്നെ നിൽക്കുകയാണ്. അമ്മ ഇങ്ങോട്ട് കയറി വാമേ. ഇല്ല, ഞാൻ വരില്ല. അയാളമ്മേ എന്നോടുള്ള വാശിക്ക് അലിനിക്ക് വേണ്ടി പറഞ്ഞതല്ലേ ഈ മുറിയിലേക്ക് കയറരുതെന്ന്. അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. അമ്മേ, ഈ സമയം തന്നെ വേണം അമ്മേ വാശി വൈരാഗ്യമൊക്കെ. അച്ഛൻ ഏത് അവസ്ഥയിലാന്ന് അമ്മയ്ക്ക് അറിയോ എന്ന് ചോദിക്കാണ്. കൃഷ്ണമോളെ, നിന്നോട് ചേച്ചി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ഗുളിക കൊടുക്കാൻ പറഞ്ഞിരുന്നില്ലേ നാക്കിനടി വെക്കാന്? അയ്യോ അതെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡപ്പ തുറന്നിട്ട് അതിൽ നിന്നും ഒരു ഗുളികയെടുത്ത് ബാലയുടെ നാക്കിനടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ആംബുലൻസ് താഴെ എത്തി. ബബിതയും രോഹിത്തും കൃഷ്ണയും വൈജയും കൂടി അതുപോലെ തന്നെ ആംബുലൻസ് ഓടിച്ചുന്ന ഡ്രൈവറെയും കൂടി ഇവർ വിളിക്കുകയാണ്. പുറകിൽ ഒരു നഴ്സ്, ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് വിളിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ബാലിനെ മുകൾ നിലയിൽ നിന്നും താഴേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. വൈജ ആ കൂടെ പോകുന്നുണ്ട് കേട്ടോ. വൈജയും കൃഷ്ണമോളും ബബിത രോഹിത്തും എല്ലാവരും കൂടിയാണ് പോണത്. പോകുന്ന വഴിക്ക് രോഹിത്ത് വിളിച്ച് മനുവിനോടും അതുപോലെ ഗോവർദ്ധനോടും കാര്യങ്ങൾ പറയാണ്. അങ്ങനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ ബാലിനെ ICUലേക്ക് കയറ്റാണേ. അങ്ങനെ അവിടെ കയറിയതിനു ശേഷം ഡോക്ടർ ശർമ്മയുണ്ട് അവിടെ. ഗോവർദ്ധന മനു അപ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം കൃഷ്ണ പറയാണ്. സൗണ്ടോടെ ചെന്ന് നോക്കിയപ്പോൾ ഇതുപോലെ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു എന്ന് പറയാണ്. ഉടനെ മനു ചോദിക്കാണ്, അലീനെ വിവരം അറിയിച്ചോ? പെട്ടെന്ന് വൈകി ചോദിക്കുന്നുണ്ട്, അലീനെ വിവരം അറിയിക്കാൻ അവൾ ആരാടാ? ഇങ്ങേറെ ഭാര്യയോ? ആന്റി ഈ സമയത്തെങ്കിലും ഒന്ന് ഒച്ച ഉണ്ടാക്കാതിരിക്കോ? അല്ല മനു, എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം. അയാളുടെ ഭാര്യ ഞാനല്ലേ, അയാളുടെ മക്കൾ ഇവരല്ലേ, എല്ലാവരും ഉണ്ട്. പിന്നെ എന്തിനാണ് ആ വേലക്കാരി അറിയിക്കുന്നേ? എന്റെ തല പൊട്ടിപ്പോന്നു. എനിക്കതാ മനസ്സിലാവാത്തത്. എങ്ങൊന്നോ വന്നൊരു വേലക്കാരി അയാളുടെ വേറെ ബന്ധത്തിലുള്ള മകളാണെങ്കിൽ അങ്ങനെയെങ്കിലും പറയാം. ഇതിപ്പോ അങ്ങനെയുമല്ല. നിങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. എവിടുന്ന് വന്നൊരു വേലക്കാരി? ആ വേലക്കാരിക്ക് വേണ്ടി അയാൾ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്താ കരുതണം? നിങ്ങൾ പറ എന്ന് പറയുമ്പോൾ ആന്റി ഞങ്ങൾക്കൊന്നും പറയാനില്ല.
എങ്ങനെയെങ്കിലും അങ്കിളിന് ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ഗോവർദ്ധനും മനുവും കൂടെ കയറി ഡോക്ടറോട് കാര്യം അന്വേഷിക്കുമ്പം വീണ്ടും അറ്റാക്ക് ഉണ്ടായതാണ് എന്ന് പറയുന്നുണ്ട്. സർവൈവ് ചെയ്ത കാര്യം സംശയമാണ് എന്ന് പറയുമ്പോഴേക്കും മനുവും ഗോവർദ്ധനും ആകെപ്പാടെ തകർന്നുടഞ്ഞു പോവാണ്. തിരികെ വന്നിട്ട് ഗോവർദ്ധനും മനുവും കൂടി വൈജയോട് ഈ കാര്യം പറയുന്നുണ്ട്. വൈജയ്ക്ക് എപ്പോഴേക്കും ടെൻഷനാവാണ്. കൃഷ്ണയും ബബിതയും അവിടുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. രോഹിത്തും കരച്ചിലാണ്. രോഹിത്ത് ബബിതയും കൃഷ്ണമോളെയും പോയി സമാധാനിപ്പിക്കുന്നുണ്ടേ. വൈജയും അവിടെ വല്ലാണ്ട് മാനസികാവസ്ഥയിൽ മാറി നിൽക്കുകയാണ്. ഉടനെ അങ്ങോട്ടേക്ക് ശിവനും കമലയും കൂടി ഓടിയെത്തുന്നതാണ്. എന്താ വൈജയ്, എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. മനു പറയാണ് അങ്കിളിന് വീണ്ടും അറ്റാക്ക് ഉണ്ടായി, 3ാമത്തെ അറ്റാക്കാ. പ്രതീക്ഷ വേണ്ട, സർവൈവ് ചെയ്യില്ലെന്ന ഡോക്ടർ പറയുന്നേ എന്ന് പറയുമ്പോഴേക്കും എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് കമലയും ശിവനും ഒക്കെ നെഞ്ചിച്ച് കൈവെക്കാണ്. ബബിതയും രോഹിത്തും കൃഷ്ണമോളും ഭയങ്കര കരച്ചില്. മനുവും പോയിട്ട് അവർ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഗോവർദ്ധനും ആശ്വസിപ്പിക്കുകയാണ്. ഈ ഒരു വാർത്ത കേട്ട് സുലോചനയും മക്കളുമൊക്കെ ഓടിയെത്താണ് ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിൽ മുഴുവനും ഒരു കരച്ചിലും ഒരു ആരവമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെന്റിലേറ്ററിലേക്ക് ആക്കാണ് ബാലേന്ദ്രനെ. മനു അപ്പം ഗോവർദ്ധനോട് പറയാണ് എന്തൊക്കെയാണെങ്കിലും അലിനെ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. കമൽ ചോദിക്കുകയാണ് നിനക്കെന്താ വട്ടുണ്ടോ? അമ്മേ ദയവ് ചെയ്ത് ഇവിടെ കിടന്ന് ഷോ ഇറക്കരുത്, മിണ്ടാതെ അവിടെ കാണാൻ പോയി ഇരിക്കുക, വൈജയാനുടെയും പ്രഷർ കൂട്ടാൻ നിൽക്കണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ശിവനെ വിളിച്ച് മാനവും അതുപോലെ തന്നെ ഗോവർദ്ധനും കൂടി അങ്ങോട്ടേക്ക് പോവാണേ. ഈ സമയം ഈ സംഭവം എല്ലാം അറിഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടുന്ന് നമ്മുടെ രാജീവനും അതുപോലെ നമ്മുടെ വെള്ളിയങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഗംഗാധര മേനോനും കൂടിയിട്ട് വന്നിറങ്ങാണ്. എല്ലാവരും അപ്പോഴുണ്ട്. വന്നിറങ്ങിയ പാടെ അവരും ചോദിക്കുന്നത് അലീനെ വിവരം അറിയിച്ചോന്നാ. ഇത് കേൾക്കും തോറും വൈജിക്കും കമലയ്ക്കൊക്കെ ദേഷ്യം അടക്കാൻ വയ്യ. എന്താ ഇവരെല്ലാം ആ വേലക്കാരുടെ കാര്യം പറയുന്നേ? ഒരു കാരണം നോക്കുകയാണെങ്കിൽ വൈജ പറഞ്ഞത് ശരിയാ. അവള് നോക്കുമ്പം അതയാളുടെ മകളല്ല, തൻ്റെ മകളല്ല, മറ്റാരുടെ മകളല്ല, ആരുടെ സഹോദരിയല്ല, സുഹൃത്തല്ല, ഒന്നുമല്ല. എവിടുന്ന വന്ന അനാഥയായ ഒരു വേലക്കാരി പെണ്ണ്. ആ പെണ്ണിനോട് എല്ലാവർക്കും എന്താണ് ഇത്രയ്ക്ക് മമത, ഇത്രയ്ക്ക് സ്നേഹം? ഇത്രമാത്രമുള്ള കാശ് കൊടുക്കാനായിട്ട് അവൾ ആരാ? അവളുടെ ചോദ്യം ശരിയല്ലേ? അങ്ങനെ മനസ്സിൽ ചോദിച്ചുകൊണ്ട് കമലയും വൈജിയോട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. മനു ഡോക്ടറെ പോയി കണ്ട് എന്താണ് അപ്ഡേഷൻ ചോദിക്കുമ്പോൾ ഒന്നും പറയാനായിട്ടില്ല. ഒരു 24 മണിക്കൂർ സമയം വേണം, അതിനുള്ളിലേ പറയാൻ ഒക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു അലിനെ വിളിക്കുകയാണ്. അലിനെ വിളിച്ചിട്ട് ഇതുപോലെ അങ്കിളിന് തീരെ സുഖമില്ല, ഹോസ്പിറ്റലാണ്, നീ എന്ന് വരാമെന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ അച്ഛൻ എന്ത് പറ്റി? അത് പിന്നെ വേറൊന്നുമില്ല, ഒരു തലകറക്കം പോലെ, ഹോസ്പിറ്റലാ, നിന്നെന്ന് കാണുമെന്ന് പറഞ്ഞു, നീ വരാമെന്ന് ചോദിക്കുമ്പം അതെന്ത് ചോദ്യം മനുവേട്ടാ, ഞാൻ എപ്പോൾ എത്തിയെന്ന് ചോദിച്ചാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാണ്. സ്റ്റാലിനടുത്തേക്ക് പോയിട്ട് പപ്പ അച്ഛന് തീരെ സുഖമില്ല, ഹോസ്പിറ്റലാ, എനിക്ക് അച്ഛനടുത്തേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഇന്ന് പോകാനൊക്കോ? നമ്മളിന്ന് പുനലൂർക്ക് പോകാൻ ഡിസൈഡ് ചെയ്തിരുന്നല്ലേ പപ്പ, അത് വേറെ ദിവസത്തേക്ക് ആക്കാം, എനിക്കിന്ന് പോയേ പറ്റുള്ളൂ. മനുവേട്ടൻ വിളിച്ച് കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഇല്ലാതിരിക്കില്ല, അതുകൊണ്ട് എനിക്ക് പോകണം. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോയാൽ പോരെ? മനുവല്ലേ വിളിച്ചത്? അയാളുടെ മക്കളുണ്ടല്ലോ, മേനോന്റെ മക്കൾ, അവരെ വിളിച്ച് നീ കാര്യം അന്വേഷിക്കേ. ഉടനെ അലീനെ വിളിച്ച് കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. കൃഷ്ണയപ്പം ഏങ്ങളടിച്ച് കരയായിരിക്കും. അലീന ചേച്ചി എന്ന് വിളിക്കുമ്പോഴേക്കും അവളുടെ കണ്ണുനീര് അണമുട്ടി ഒഴുകുന്നുണ്ട്. ചേച്ചി എന്ന് വിളിക്കുമ്പം എന്താ മോളെ, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. ചേച്ചി അച്ഛൻ എന്ന് പറയുമ്പം അയ്യോ അച്ഛൻ എന്ത് പറ്റി, എന്താ മോളെ എൻ്റെ അച്ഛൻ എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ റൂമില് ബോധമില്ലാതെ കിടക്കായിരുന്നു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ഇപ്പൊ വെന്റിലേറ്ററില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കരച്ചിലായിരിക്കും കേട്ടോ. ചേച്ചി പെട്ടെന്ന് വാ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് അലീന ഫോൺ താഴെ വെച്ചിട്ട് വിങ്ങി പൊട്ടി കരയുന്നുണ്ട്. സോറി അലീന, ഇത്രയ്ക്ക് സീരിയസ് ആണെന്ന് ഞാൻ കരുതിയില്ല. മനുവേട്ടനോട് മറച്ചു വെച്ചതാ, ഞാൻ വിഷമിക്കണ്ടെന്ന് കരുതിയിട്ട്. ചേട്ടൻ തലകറക്കാന്നാ പറഞ്ഞത്, പക്ഷെ ഇപ്പം സീരിയസാ, വെന്റിലേറ്ററിലാന്ന് പറയുന്നു. എനിക്ക് പേടിയാന്ന് പപ്പ എന്ന് പറയുമ്പം സാരമില്ല, നമുക്ക് പോയി കാണാം എന്ന് പറയാണ്. പപ്പ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാൻ വരാം, നിന്നെ കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അപ്പോൾ തന്നെ തയ്യാറാവുന്നുണ്ട്. അലീന അവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാണ്. വണ്ടി എടുത്തുകൊണ്ട് സ്റ്റാലിയും അലീനയും കൂടി നേരെ കൊല്ലപ്പള്ളി കടപ്പാട്ടൂരേക്ക് പാലയിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വീണ്ടും കയറി കാണുമ്പം ഒന്നും പറയാറായിട്ടില്ല, വെന്റിലേറ്ററിൽ തന്നെയാണ്
വിളിക്കേണ്ട ബന്ധുക്കളെയൊക്കെ വിളിച്ച് കാണിച്ചോളൂ എന്നുകൂടി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണയും രോഹിത്തും ബബിതയും കൂടി വല്ലാണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. വൈജിക്കും സങ്കടം വരികയാണ്. എന്തൊക്കെ ദേഷ്യമാണ് വാശിയാണെന്ന് പറഞ്ഞാലും 23 വർഷക്കാലം കൂടി ജീവിച്ച ഭർത്താവല്ലേ, സ്വന്തം മക്കളുടെ അച്ഛനല്ലേ, അങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ അവൾക്കാവോ? അങ്ങനെ വൈജയന്തിയും വല്ലാണ്ട് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട് അവിടെ നിന്ന്. കമലയ്ക്കും ശിവനും എല്ലാവർക്കും നല്ല സങ്കടമാണ്. മനുവും ആകപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. മനു പോയിട്ട് കൃഷ്ണയോട് പറയുന്നുണ്ട്, അലീനെ വിളിക്കുകയാണെങ്കിൽ ഒന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ ചെറിയ തലയിറക്കമാണെന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അയ്യോ മനുവേട്ടാ, ചേച്ചി എന്നെ വിളിച്ചിരുന്നു, ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, മാത്രമല്ല ഞാൻ അണപൊട്ടി ഒഴുകി കരഞ്ഞു പോയ മനുവേട്ട എന്ന് പറയുന്നുണ്ട്. വേണ്ടായിരുന്നു, അവൾ അവിടുന്ന് ടെൻഷൻ അടിച്ച് ഓടി വരും എന്ന് പറയുന്നുണ്ട്. രോഹിത് പറയുന്നുണ്ട്, സാരമില്ല, ഇവിടെ വന്ന് പെട്ടെന്ന് കണ്ട് ചേച്ചിക്ക് ഒരു ഷോക്കാവുന്നതിലും നല്ലത് നേരത്തെ അറിയിക്കുന്നതല്ലേ എന്ന് രോഹിത്തും പറയുന്നുണ്ട്. എല്ലാവരും ഒരു സങ്കട കടല് പോലെ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ബാക്കി സ്റ്റോറിയുണ്ട്. അലീന വന്ന് ബാലനെ കാണുന്നതും ബാലിന്റെ അപ്ഡേഷൻ എന്തായിരിക്കും എന്നുള്ളത് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹൈപ്പ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.